വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെക്കുറിച്ച് മട്ടൻ കടുവ എന്ന പേര് നാട്ടുകാരിട്ടു. ഇതുവരെയും ആ കടുവയെ പിടികൂടാൻ കഴിയില്ല. വലിയ സന്നാഹങ്ങളൊക്കെ ഇവിടെയുണ്ട്. വനംവകുപ്പിന്റെ സർവ്വസന്നാഹങ്ങളുമായുള്ള പരിശോധനയും തെരച്ചിലുമൊക്കെയാണ്. പക്ഷേ ഇതുവരെ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല കടുവ എന്നുള്ളതാണ്. തെരച്ചിലിന്റെ 5-ാം ദിനവും റഡാറിന് പുറത്താണ് ഈ കടുവ. ഇന്നലെ രാത്രി മുതലുള്ള തെരച്ചിലിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ വേഗം പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു മാറ്റം ഇന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ കടുവ ഏതെങ്കിലും ആടിനെ പുതുതായി പിടികൂടിയ വാർത്ത വരുന്നുണ്ടോ? ഏറ്റവും ഒടുവിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്താണ്? അനുജ, നിലവിലിപ്പോൾ ഈ കടുവ വനംവകുപ്പിന്റെ റഡാറിന്റെ പുറത്താണ് ഉള്ളത്. കാരണം ഡ്രോൺ നിരീക്ഷണം അടക്കം ഇന്നലെ രാത്രി നടത്തി, ഇന്ന് പകലും നടത്തി. പക്ഷേ അതിലൊന്നും തന്നെ ഈ കടുവയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ മേഖല വിട്ടുപോയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഏതാണ്ട് അമരക്കുനിയുടെ ഒരുപക്ഷെ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല വനംവകുപ്പ്. ഇത് രാത്രിയിൽ മാത്രം ആണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് വനംവകുപ്പിന് മുമ്പിലുള്ള പ്രതിസന്ധി. എന്തായാലും ഇന്ന് വൈകിട്ട് വനംവകുപ്പ് ഒരു കാറ്റിൽ ലിഫ്റ്റിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വളർത്തുമൃഗത്തെ പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല വനംവകുപ്പ്. കാരണം കഴിഞ്ഞ 9-ാം തീയതിയാണ് ഇത് അല്പമെങ്കിലും ഒരു ആടിനെ പിടികൂടി ഭക്ഷിച്ചത്. അതിനുശേഷം വീണ്ടും 13-ാം തീയതിയും 14-ാം തീയതിയും 3 ആടുകളെയാണ് പിടിച്ചത്. അങ്ങനെ 3 ആടുകളെ, മൊത്തം 5 ആടുകളെ ഇതുവരെ പിടിച്ചു. അങ്ങനെ 5 ആടുകളെ പിടിച്ച ഘട്ടത്തിൽ പോലും ഇതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബിജു എന്ന ആളുടെ വീടിന്റെ സമീപത്തേക്ക്, അത് വീടിന് അടുത്തുള്ള അവിടെ കൂട് വെച്ചതിന് സമീപത്തേക്ക് വരെ എത്തി. അതിനുശേഷമാണ് വീണ്ടും ഒരു കടുവ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പാണ് വീണ്ടും ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ആടിനെ ആക്രമിച്ചത്. അവിടേക്കും ഈ കടുവ എത്തുന്ന ഒരു സാഹചര്യം, പക്ഷേ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എല്ലാ സംവിധാനങ്ങളുമായി ഡോക്ടർമാരുടെ സംഘമുണ്ട്. ഡോക്ടർ അജേഷ് മോഹൻദാസ് ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ DFO അജിത് കെ രാമനുണ്ട്, ചെതലത്ത് റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവ് ഉണ്ട്. ഇവരെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന വിധത്തിൽ ഇവിടെ ബയോളജിസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ട്. അവരെല്ലാവരും ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. പക്ഷേ കടുവയ്ക്ക് അടുത്തേക്ക് എത്താൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് വനംവകുപ്പ്. അതേസമയം ഒരു ഭാഗത്തുനിന്ന് പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ 9-ാം നാളായിരിക്കുന്നു. 7-ാം തീയതിയാണ് ആദ്യമായി ഒരു കടുവ ഒരു ആടിനെ പിടിക്കുന്നത്. അവിടെ നിന്ന് 9-ാം തീയതി, പിന്നെ 13-ാം തീയതി, 14-ാം തീയതി ഇങ്ങനെ 5 ആടുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ആളുകളുടെ ആശങ്ക വളരെ വലുതായി തന്നെ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ചില പ്രതിഷേധങ്ങളും കണ്ടു. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മാറി. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം, അതിൻ്റെ ധർണയ്ക്ക് ശേഷം പിന്നീട് കുറച്ച് പ്രവർത്തകർ അകത്തേക്ക് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അത് നേരിയ രീതിയിലുള്ള ഒരു തള്ളും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. എന്തായാലും തുടർ ദിവസങ്ങളിലും പ്രതിഷേധത്തിന്റെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം വനംവകുപ്പ് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഇതിനുവേണ്ടി തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നും പകൽ നമ്മൾ ഇവിടെ പുലർച്ചെ എത്തിയതാണ്. പുലർച്ചെ എത്തുമ്പോൾ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, DFO അടക്കമുള്ളവർ ഇവിടെ ഈ സ്ഥലത്ത്, അതായത് ഈ തൂപ്ര എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടെ ഒരു അംഗൻവാടിക്ക് മുമ്പിലായി അവിടെ ബേസ് ക്യാമ്പ് കെട്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു DFO, അതോടൊപ്പം ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ആ കടുവ, നിർഭാഗ്യകരം എന്ന് പറയട്ടെ, കടുവ മുന്നിലേക്ക് എത്തുന്നില്ല. മുന്നിൽ കിട്ടിയാൽ ഉചിതമായ സമയം, സന്ദർഭം, സാഹചര്യം ഒത്തുകിട്ടിയാൽ സ്വാഭാവികമായും മയക്കുവെടി എന്നുള്ള ആ ഒരൊറ്റ ഓപ്ഷനിലേക്ക് തന്നെയാണ് വനംവകുപ്പ് ചുരുങ്ങിയിരിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇന്നൊരു പക്ഷേ അത്തരം സാധ്യതകൾ വനംവകുപ്പ് കാണുന്നുണ്ട്. കാരണം ഇതൊരു പക്ഷേ കൂടിന് സമീപത്തേക്ക് 4 കൂടുകൾ വെച്ചിട്ടുണ്ട്. ആ 4 കൂടുകളിൽ ഒന്നിന് സമീപത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് വിലയിരുത്തുന്നത്. എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെ വനംവകുപ്പ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് നാട്ടുകാർ കടുവയെ പിടിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധവും ഉയർത്തുന്നു. അതെ, പ്രതിഷേധം തുടക്കം മുതൽ തന്നെ നാട്ടുകാർ ഉയർത്തുന്നതാണ്. ഇന്നിപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് കൂടി വളർന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് കണ്ടത്. 4 കൂടുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ അടുത്തേക്ക് കടുവ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ വനംവകുപ്പ് കാത്തിരിക്കുന്നു. പക്ഷെ നാട്ടുകാരുടെ ആശങ്ക, ഭീതി അത് ഒഴിയുന്നില്ല എന്നുള്ളതാണ്.